ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ ഒരു ഫ്രോക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഫ്രോക്കാണ്. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ കുറച്ച് ഫെയ്ഡ് ആയതുകൊണ്ട് ആ യോക്ക് പോർഷൻ മാത്രം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷന് പുതിയ ലുക്കിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എവറി തേർഡ് വെനസ്ഡേസിലും നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഐറ്റത്തിൽ നിന്ന് പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതേ നമ്മുടെ യോക്ക് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ യോക്ക് പോർഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ ആ ഷർട്ടിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നു. ആ ഷർട്ടും അതുപോലെ തന്നെ ഈ ഫ്രോക്കിൻ്റെതായ ഫ്ലവറിൻ്റെ ഒരു ലീഫ് വരുന്ന ഒരു കളറും ഏകദേശം മാച്ചിങ് ഉണ്ട്. അപ്പോൾ മാച്ചിങ്ങുള്ള ഐറ്റം ഇതിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പുതിയൊരു ഉടുപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒത്തിരി ഐറ്റത്തിന് നമ്മൾ പുതിയ ലുക്കിലേക്ക് മാറ്റിയിട്ട് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രോക്കിനെ രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ആം ഹോളിൻ്റെ പീസ് 3 ഇഞ്ച് മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ പീസസ് കുറേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് പീസായിട്ടും ക്രോസ് പീസായിട്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്രോസ് പീസിനെ ആദ്യം തന്നെ നമ്മുടെ ആം ഹോളിലേക്ക് ഒന്ന് അടിച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ പീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബെൽറ്റ് പോലെ വരുന്ന രീതിയിലാണ്. അതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുള്ളായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കേണ്ടാവും എന്തിനാണ് ഈ പഴയ ഫ്രോക്കിനൊക്കെ ഇങ്ങനെ മാറ്റുന്നതെന്നുള്ളത്. ആ ഫ്രോക്കിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ജസ്റ്റ് ആ യോക്ക് പോർഷൻ മാത്രമേ ഫേഡായിട്ടുള്ളൂ. അപ്പോൾ ആ തുണിയാണെങ്കിലും നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ്. അങ്ങനെ ഉള്ളതിനെ നമ്മൾ പുതിയ ലുക്കിലേക്ക് മാറ്റുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നിങ്ങൾ ഗോൾഡൊക്കെ ആണെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വലിച്ചെറിയോ? ഇല്ല. വേസ്റ്റ് കൊണ്ടിടുമോ? ഇല്ല. പക്ഷേ അതിനൊരു പുതിയ ലുക്കിലേക്ക് നമ്മൾ തന്നെ പൈസ കൊടുത്ത് വീണ്ടും കുറച്ച് പൈസയും കൂടി കൊടുത്തിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നവരും യൂസ് ചെയ്യുന്നവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാ ഐറ്റത്തിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. പൊട്ടിയതായിക്കോട്ടെ കീറിയതായിക്കോട്ടെ അതിന് നമ്മൾ പുതിയ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നും കൂടി കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2024 നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കൊരു പുതിയ വർഷം 2025 എന്ന് പറഞ്ഞാൽ പുതിയ വർഷം വരികയാണ്. അപ്പോൾ നമ്മൾ പഴയ തന്നെയാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും ഒക്കെ പുതിയതാക്കിയിട്ട് പുതിയ വർഷത്തിൽ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയട്ടെ. അപ്പോൾ അതേ ഈ ഒരു ഇയർ കഴിയാറായി. ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് കിട്ടിയതായ കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. നിങ്ങൾ തന്നെ ചിന്തിക്കാതെ ദൈവം നടത്തിയ കുറേ വഴികളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ അതേ നമ്മളെ സംസാരം കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ ഫ്രോക്കും ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയുള്ള നമ്മുടെ ബാക്കത്തെ പീസ് മാത്രം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ നമ്മൾ നല്ല ഭംഗിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നല്ല ഭംഗിയിൽ നമ്മളിവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത ഒരു ഐറ്റം ആണെങ്കിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം വേണ്ടി വരില്ല. കുറച്ച് സമയം വേണ്ടി വരുള്ളൂ. നമ്മൾ അതിനെ പുതിയ ലുക്കിലേക്ക് വേഗം മാറ്റിയെടുക്കാൻ പറ്റും. ഇതിലാണെങ്കിൽ എനിക്ക് സൈഡ് അടിക്കേണ്ട താഴെ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓൾറെഡി സ്റ്റിച്ചഡാണ്. ആ മുകളിലത്തെ യോക്ക് പോർഷൻ്റെ ഭാഗം മാത്രമേ ഞാനൊരു പുതിയ ലുക്കിലേക്ക് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഫുൾ ഫ്രോക്കായിരുന്നു. ഇപ്പോൾ അതേ പുതിയ ലുക്കിലേക്ക് മാറ്റിയപ്പോൾ 3/4 ആയിട്ടുള്ള ഫ്രോക്കായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ ലുക്കും നമ്മുടെ ഫ്രോക്കിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടിപൊളിയായിട്ടായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.